പരിശുദ്ധമായ ഖുർആൻ എല്ലാ ആയത്തുക്കും മേലിങ്ങനെ ഒരു അർത്ഥം ഞങ്ങൾ വെക്കിട. പക്ഷെ അത് മാത്രമല്ല അതിലർത്ഥമുള്ളേ. എത്രമാ ആഴത്തിലിറങ്ങിയിട്ട് ഒരുപാട് അർത്ഥങ്ങൾ ഓരോ ആയത്തുക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും. അതായത് അതുകൊണ്ടാണ് എൻ്റെ ലോകത്ത് ഡസൻ കണക്കില് ഒരുപാട് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമുള്ള തഫ്സീറുകളുള്ള. ഖുർആൻ വ്യാഖ്യാനത്തിന് ഓരോ തഫ്സീർ ഗ്രന്ഥങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം ചെന്നുകൊണ്ടുള്ള. കാരണം ഓരോ ആയത്തിന് ഒരുപാട് അർത്ഥം ഉണ്ടോ ചൊല്ലത് നിങ്ങൾ അതിൽ മനസ്സിലാക്കാൻ സാധ്യമാവും. ഞങ്ങൾക്കൊരു പരിശുദ്ധമായ ഖുർആനിൽ ചില ആയത്തുകളുണ്ടല്ലേ, അലിഫ് ലാം മീം ഹാമീം ഇങ്ങനെയുള്ള ആയത്തുണ്ട്. ഇതൊക്കെ ചിലങ്ങ വ്യാഖ്യാനം കൊടുത്തിരെ അർത്ഥം കൊടുത്തിരെ വല്ലാഹു അലം ബി മുറാദിഹി, ഇതിരെ അർത്ഥം ഇതിരെ വ്യാഖ്യാനം ഇതിരെ ഉദ്ദേശം എന്തിനായിട്ട് അത് ഞങ്ങൾ കൊന്തില്ല, അള്ളാഹു കാണു കൊന്തില്ലേ. ഇങ്ങനെ ഒരുപാട് ഒരായത്തിന് ചൊമ്മ അർത്ഥങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവും. അത് ചിലത് നമുക്ക് മനസ്സിലാവുള്ളൂ, ചില പിന്നെ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ ചൊന്തർന്നു, ചിലത് അതുക്കും മേലെയായിട്ട് ഒരുപാട് അർത്ഥങ്ങൾ. അതുകൊണ്ടാണ് ഖുർആനിൽ ഇല്ലാത്ത ഒരു വിഷയം ഇല്ലാണ്ട് ഞങ്ങൾ ചൊല്ലുകൊള്ള കാരണം. ചിലങ്ങ ചൊന്നാറ് ഇല്ല, ഖുർആന്റെ ആ ഡീപ്പായിട്ട് ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള അർത്ഥം മനസ്സിലാക്കൊണ്ടില്ല, മേലൊരു അർത്ഥം വെച്ച് മൈൻഡ് ചിലങ്ങ ചൊന്നുള്ളാർ. ഒരു മുഅ്തസിലി ഷിയാ പണ്ഡിതനായ ജുബായി ചൊല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എന്താക്കുക, അയാൾ ചൊല്ലു ഖുർആാനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അർത്ഥം വെച്ച് മയ്യൻ്റെ ചൊന്നേക്ക് ചിലങ്ങ അയാളുടെ ചോദ്യം കേട്ടാറ്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഈ ജുബായി ചൊല്ല ഈ മനുഷ്യൻ ഇയാൾ അന്ധനായിട്ടുണ്ട്, കണ്ണ് കാണാത്ത മനുഷ്യനായിട്ടുണ്ട്. അപ്പൊ ഖുർആനിലുള്ള ഒരു ആയത്ത് അങ്ങ് അർത്ഥം കേട്ടാറ്, വമൻ കാന ഫീ ഹാദിഹി അഅമ ഫഹുവ ഫിൽ ആഖിറതി അഅമ വഅദല്ലു സബീല. അപ്പൊ ഈ ആയത്ത് മേൽ മാത്രം അർത്ഥം വെച്ചെങ്കിൽ എന്തൊരർത്ഥമായിട്ട്, ദുനിയാവിൽ അന്ധനായ ആൾമാർ അങ്ങ് ആഖിറത്തിലും അന്ധന്മാർ, കണ്ണ് കാണാത്തങ്ങ് ആഖിറത്തിലും കണ്ണ് കാണാത്തങ്ങ് എന്നിട്ട് അതിലർത്ഥം ഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. അപ്പൊ ഇത് ജുബായിരേറ്റ് കേട്ടാർ ഇതിലർത്ഥം എന്തിനാ, നീ ദുനിയാവിൽ അന്ധനായിട്ടുള്ള കണ്ണ് കാണാത്തവനോ ആയിട്ടില്ല, അപ്പൊ ആഖിറത്തിലും കണ്ണ് കാണാത്തവനായിട്ട് ഇക്കിടേണ്ടാണ്. അപ്പൊ ഏതായാലും ഇതിലെ യഥാർത്ഥ അർത്ഥം എന്തിനാണെങ്കിൽ, ഈമാൻ കൽബിലേക്ക് എത്താത്തങ്ങ, ഈമാൻ അങ്ങക്ക് പിന്നെ തുറന്നു കിട്ടാത്തങ്ങ, ഈമാന്റെ പ്രകാശം കിട്ടാത്തങ്ങ, ആഖിറത്തിലും അതുപോലെ ഈമാൻ കിട്ടാത്തങ്ങ ആയിട്ടിക്കിടാറ്, കൽബിലേക്ക് ഈമാൻ പ്രവേശിക്കാത്തങ്ങ ആയിട്ടിക്കിടാറുണ്ട് അതിലർത്ഥം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനായ ഖുർആനിക്ക് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ ഫാത്തിഹ സൂറത്തുക്ക് 70 ഒട്ടകം ചുമക്കിടത്തറ വ്യാഖ്യാനം അർത്ഥങ്ങൾ എഴുതുന്നൊക്കെ സാധ്യതയുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊന്നേ. അതുപോലെ വേറൊരു മഹാന് ജന്തു, ഒരു ആട് നന്റെ ഒരു ആട് ഇല്ലാത്ത ആയെങ്കിൽ പോലും ഞാൻ ഖുർആൻ കൊണ്ട് അതിനെ കണ്ടുപിടിക്കുവാൻ. കാരണം ഖുർആനിൽ അത്ര മനസ്സിലാക്കിയെങ്കിൽ അർത്ഥാക്കണമെങ്കിൽ അത്ര അർത്ഥം ഓരോ ആയത്തുകൾ കൊണ്ടുകൊണ്ടാണ് അതിനർത്ഥം. അപ്പോ ഈ മുഅ്തസിലാക്കളെ വിഷയം ഞാൻ ചൊന്നെ, മുഅ്തസിലാക്കൾ ഷിയാ സമുദായത്തിൽപ്പെട്ട ആൾമാർ അങ്ങനെ വാദന്തിരെ ചൊന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനായേ, അങ്ങ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര വലിയ ബഹുമാനം അങ്ങ് എന്ത് കൊടുക്കില്ല. എത്രത്തോളം ചെന്നെങ്കിൽ അങ്ങ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞൽ പിന്നെ ഇവിടെ അധികാരം നടത്തി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങെല്ലാരും എന്താക്കിയിട്ട് അധികാരം വലിച്ചെടുക്കത്തിരെ. പിന്നെ അധികാരം ആക്കനായ ആളാറ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് അങ്ങ് ചൊല്ലേ. അങ്ങ് അലി റളിയല്ലാഹു അൻഹുവിനെ ധാരാളം പൊക്കിയിട്ടുള്ള അത് എല്ലാക്കി ചൊല്ലാറ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു അത്ര വലിയ ആൾ വേറെ ആറില്ല ഇങ്ങനെല്ലാം ചൊല്ലാറ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്വഹാബിമാരും എന്താക്കിടാറ്, നെഗ്ലക്ട് ആക്കിടാറ്, ഇങ്ങ നിസാർ ആക്കിടാറ്. അങ്ങ് അധികാരം വലിച്ചെടുത്ത ആൾമാരുണ്ടെല്ലാം ചൊല്ലാറ്. ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ ഇങ്ങനെല്ലാം ഇങ്ങനെ എന്താക്കിടാറ്, കാഫിർ ആക്കിട ആൾമാരായിട്ട് ഷിയ ആൾമാർ. അതുകൊണ്ട് അങ്ങനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലു സുന്നത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. إلى حضرة سيدنا محمد صلى الله عليه وسلم. الفاتحة.